ടോൾ പിരിവ് ഇന്നു മുതൽ പിരിച്ചു തുടങ്ങുന്നതിൽ ഹൈക്കോടതി ഉത്തരവ് ഇന്നില്ല എന്നുള്ള വാർത്തയിലേക്കാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട്. ഹരീഷ്, ഇന്ന് ഉത്തരവുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഹർജി ഇന്ന് പരിഗണിക്കുന്നില്ല. വ്യാഴാഴ്ചയാകും ഈ ഹർജി പരിഗണിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്ന. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, തീർച്ചയായും ഇന്ന് ഉത്തരവില്ല, അത് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം കോടതി ആരാഞ്ഞത് കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിലുണ്ടായ ഈ ഒരു സർവീസ് റോഡ് ഇടിഞ്ഞു വീണ ഒരു കാര്യം കോടതി പരാമർശിക്കുകയുണ്ടായി. അത്തരത്തിലൊരു വാർത്ത കണ്ടിരുന്നല്ലോ എന്ന് കോടതി അങ്ങോട്ടേക്ക് ചോദിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കോടതി പരിഗണിച്ചു. അപ്പോൾ അതിൽ കളക്ടർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പരാതിക്കാരൻ കൂടിയായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷാജി ചേട്ടാ, ഇപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി. എന്തൊക്കെയാണ്? ഒന്ന്, ഹൈക്കോടതി ഇന്ന് കേസ് എടുത്ത വഴിക്ക് തന്നെ പറഞ്ഞു മുരിങ്ങൂരിൽ ഗർത്തമുണ്ടായിട്ടുണ്ട്, അതിന് എന്ത് പരിഹാരമുണ്ടായെന്ന് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് കോടതിയുടെ പരാമർശം കറക്റ്റായിട്ട് ഒരു കാര്യത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അതായത് ജനങ്ങളുടെയും യാത്രക്കാരുടെയും കോടതിന് കണ്ണിൽ പൊടിയിടുന്ന തട്ടിക്കൂട്ട് പണി ചെയ്തിട്ട് ഇവർക്ക് ടോൾ പിരിക്കാൻ സാധിക്കില്ല. അത് കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. അതായത് ഈ മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെയുള്ള സർവീസ് റോഡുകളൊന്നും ശാസ്ത്രീയമായിട്ടല്ല ചെയ്തിട്ടുള്ളവർ. അത് വീതി കൂട്ടുകയോ അതിൽ VMBC ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു തട്ടിക്കൂട്ട് പണി ചെയ്തിട്ട് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് ഈ റോഡ് പണിയുന്നത്. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ട് ചെയ്തിട്ട് ഇവർ ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പണി ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ടെക്നിക്കൽ കമ്മിറ്റി. അതിൽ തന്നെ കളക്ടർ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ശാശ്വതമായുള്ള ഒരു പണിയല്ല ഇത്, എല്ലാ ദിവസവും ഇത് മോണിറ്റർ ചെയ്യണമെന്ന് കളക്ടർ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇന്ന് പറഞ്ഞത് ഇന്ന് ഇതിന് ഉത്തരവ് പുനഃപരിശോധിക്കുന്നില്ല, അതിന് പകരം അത് വ്യാഴാഴ്ചയ്ക്ക് നീട്ടി. ഞങ്ങൾ ഇന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവർ ഈ മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെയുള്ള റോഡിൻ്റെ ഗതാഗതം സുഗമമായിട്ട് ശേഷം മാത്രമേ ഇവർക്ക് മുഴുവൻ ടോൾ പിരിക്കാൻ അർഹതയുള്ളൂ. എന്തെങ്കിലും രീതിയിൽ ഈ ടോൾ പിരിവ് ഈ മരവിപ്പിച്ച് ഉത്തരവ് പുനഃപരിശോധിക്കാന്നുണ്ടെങ്കിൽ തന്നെ 50% ടോൾക്ക് ഈ കമ്പനിക്ക് അർഹതയുള്ളൂ. എന്താണ്, 4 വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ ഗതാഗത കുരുക്കാണ്. കൊരട്ടിയും കൂടി പണി തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കാണ്. സുഗമമായി യാത്ര ചെയ്യാതെ എന്തിനാണ് നമ്മൾ ഈ മുഴുവൻ കാശ് കൊടുക്കണേ? അവർക്ക് മുഴുവൻ കാശും പിരിക്കാൻ അർഹതയില്ല, 50% ടോളിന് അർഹതയുള്ളൂ. അതാണ് ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. കോടതി അത് പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായിട്ട് അത് പുതിയതായി ഉണ്ടാക്കിയ സർവീസ് റോഡാണ് ഏകദേശം 15 അടി താഴ്ചയിലേക്ക് വീണത് ഈ ഒരു അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പുതിയ റോഡുകൾ വരെ ഒരു മഴ പെയ്താൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്രത്തോളം മോശമാണോ ഇവരുടെ വർക്ക് എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. അതായത് ഈ സർവീസ് റോഡ് ഇവർ 2 ഇഞ്ച് കനത്തിലാണ് മെറ്റൽ വിരിച്ചിട്ടുള്ളത്. സർവീസ് റോഡ് ഇവർ വലിയ വണ്ടികൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ VUPകളുടെ പണി വന്നപ്പോഴാണ് സർവീസ് റോഡുകൾ ബലപ്പെടുത്തേണ്ട ആവശ്യം വന്നത്. ഇതൊരു മുന്നൊരുക്കമില്ലാതെ ചെയ്ത പണിയാണ് ഈ VUPകളുടെ പണി. ഈ സർവീസ് റോഡുകൾ BMBC ചെയ്യണം. അതുപോലെ തന്നെ ഈ റോഡ് പണി ചെയ്യുമ്പോൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പണിയില്ല. കുറച്ച് ബംഗാളികളെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പണി ചെയ്യുക, ശാസ്ത്രീയമായിട്ടല്ല പണി ചെയ്യുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മുരിങ്ങൂരിൽ ഇത്രയും വലിയ ചെറിയ സർവീസ് റോഡുകൾ, വലിയ വീതി കുറഞ്ഞ സർവീസ് റോഡ്, ടണ്ണേജുള്ള വണ്ടി പോകുമ്പോൾ ഒരു വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്ക് അപകടമുണ്ടാവും? ഇതൊന്നും ഇവർ പരിഗണിക്കാതെ ഒരു തട്ടിക്കൂട്ട് പണിയാണ് ചെയ്യുന്നത്. അതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് കോടതി അസന്നിഗ്ധമായി പറഞ്ഞത് തട്ടിക്കൂട്ട് പണിയും ജനങ്ങളുടെ യാത്രക്കാരെ കണ്ണിൽ പൊടിയിടുന്ന പണി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് കോടതി എന്തായാലും കൃത്യമായി തന്നെ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിലുണ്ടായ ഈ പാത ഇടിച്ചിൽ, അതായത് സർവീസ് റോഡ് ഇടിഞ്ഞ് 15 അടി താഴ്ചയിലേക്ക് പോയ കാര്യം വരെ കോടതി ഇന്ന് പരാമർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നിലവിൽ ഈ ടോൾ പിരിവിൻ്റെ കാര്യം അത് വ്യാഴാഴ്ചത്തേക്ക് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഗതാഗത കുരുക്കിൽ യഥാർത്ഥത്തിൽ വലയുന്നത് യാത്രികർ തന്നെയാണ്. ശ്രീകാർത്തിക.